ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും അവിടുത്തെ മക്കളായി നിലനിർത്തുകയും ചെയ്യുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അവിടുന്ന് ഞങ്ങളെ മൺകൂടാരമായി നിർമ്മിച്ച് അവിടുത്തെ അമൂല്യമായിരിക്കുന്ന നിധി ഞങ്ങളുടെ ജീവിതത്തിൽ ഏൽപ്പിച്ച് ഞങ്ങളെ നടത്തുകയാൽ സ്തോത്രം ചെയ്യുന്നു. ഈ ആരാധനയിൽ ഉയർത്തെഴുന്നേൽപ്പിൻ്റെയും പെന്തക്കോസ്തിൻ്റെയും ജീവിതാനുഭവം ഞങ്ങൾ ഉൾക്കൊള്ളുവാൻ അവിടുത്തെ ആത്മാവിൻ്റെ ചൈതന്യത്താൽ ഞങ്ങൾ അങ്ങേ ആരാധിച്ച് പുതിയ ശക്തി പ്രാപിപ്പാൻ സഹായിക്കണം. ആവശ്യമായിരിക്കുന്ന നന്മകൾ നൽകി ഞങ്ങളെ പരിപോഷിപ്പിക്കണം. യേശുമശിഹാ മൂലം പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ദൈവത്തിൻ്റെ തിരുനാമ മഹത്വത്തിനായി ആറാമത്തെ പാട്ട് നമുക്ക് ചേർന്ന് ആലപിച്ച ദൈവത്തെ മഹത്വപ്പെടുത്താം. ആറാമത്തെ പാട്ട്. അഞ്ചാമ്പുറത്ത് കാണുന്ന സ്തുതിലിത്താനികളാൽ നമുക്ക് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം. ആരാധനക്രമത്തിൽ മൂന്നാം ഭാഗം. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമി അവിടുത്തെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, അങ്ങേക്ക് മഹത്വം ഉണ്ടാകട്ടെ. ദൈവമേ, അവിടുന്ന് പരിശുദ്ധനാകുന്നു. മരണമില്ലാത്ത ദൈവമേ, അവിടുന്ന് പരിശുദ്ധനാകുന്നു. ദൈവമേ, അവിടുന്ന് പരിശുദ്ധനാകുന്നു. മരണമില്ലാത്ത ദൈവമേ, അവിടുന്ന് പരിശുദ്ധനാകുന്നു. ദൈവമേ, അവിടുന്ന് പരിശുദ്ധനാകുന്നു. മരണമില്ലാത്ത ദൈവമേ, അവിടുന്ന് പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്രഷ്ടാവേ, അങ്ങേക്ക് സ്തുതി. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ പരമപിതാവായ സർവശക്തിയുള്ള ദൈവത്തിൻ്റെ അളവറ്റ കരുണയാലും സ്നേഹത്താലും നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടേണ്ടതിന് നാം ചെയ്തുപോയ പലവിധ പാപങ്ങളും കുറ്റങ്ങളും
മറയ്ക്കാതെ താഴ്മയും അനുതാപവും അനുസരണമുള്ള ഹൃദയത്തോടെ ഏറ്റുപറവാൻ ദൈവവചനം നമ്മെ പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും വിശുദ്ധ ഹൃദയത്തോടും വിനയ ശബ്ദത്തോടും സ്വർഗീയ കൃപാസന സന്നിധിയിൽ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാം. നമുക്ക് മുട്ടുകൾ മടക്കി ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ കുറവുകൾക്കപ്പുറമായി നമ്മെ സ്നേഹിക്കുന്ന ദൈവം നിറവാക്കി തീർക്കുവാൻ എപ്പോഴും സന്നദ്ധനായിരിക്കും. നമ്മുടെ ശൂന്യത ഏതായാലും ഏതെല്ലാം തരത്തിലുള്ള പരാധീനതകളിലൂടെ നാം കടന്നുപോയാൽ ദൈവം നമ്മെ ധന്യരാക്കി ജീവിതത്തിൽ പൂർണ്ണതയിലേക്ക് നയിക്കുവാനും ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്നതിന് പ്രാപ്തിപ്പെടുത്തുവാനും ശക്തനായി നമ്മുടെ മധ്യയായിരിക്കും. അതിനാൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ കുറവുകളെ ഉണർന്ന് നമുക്ക് സങ്കീർത്തനക്കാരനായ ദാവീദിനോട് ചേർന്ന് 51-ാം സങ്കീർത്തനം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ പ്രാർത്ഥനയായി ഉപയോഗിക്കാം. ആരാധനക്രമം 11-ാം ഭാഗം. ദൈവമേ, അങ്ങയുടെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. അങ്ങയുടെ കരുണയുടെ ബഹുത്വപ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായിച്ചു കളയണമേ. എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ. എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. എൻ്റെ ലംഘനങ്ങൾ ഞാൻ അറിയുന്നു, എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുൻപിലിരിക്കുന്നു. അങ്ങയോട് തന്നെ ഞാൻ പാപം ചെയ്തു, അങ്ങേക്ക് അനിഷ്ടമായത് ഞാൻ ചെയ്തിരിക്കുന്നു. സംസാരിക്കുമ്പോൾ അങ്ങ് നീതിമാനായി, വിധിക്കുമ്പോൾ നിർമ്മലനായിരിക്കേണ്ടതിന് തന്നെ. ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അന്തർഭാഗത്തിലെ സത്യമല്ലോ അങ്ങ് ഇച്ഛിക്കുന്നത്, അന്തരംഗത്തിൽ എന്നെ ഞാൻ ഗ്രഹിപ്പിക്കണമേ. ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈശോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ. ഞാൻ ഹിമത്തെക്കാൾ വെളുക്കേണ്ടതിന് എന്നെ കഴുകണമേ. സന്തോഷവും ആനന്ദം എന്നെ കേൾക്കുമാറാക്കണമേ. അങ്ങോട്ട് ഇച്ഛാസ്തി ഉല്ലസിക്കട്ടെ. എൻ്റെ പാപങ്ങൾ കാണാതെ വണ്ണം അങ്ങയുടെ മുഖം മറയ്ക്കണമേ. എൻ്റെ അകൃത്യങ്ങളൊക്കെയും മായ്ച്ചു കളയണമേ. ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം അന്വേഷിച്ച് സ്ഥിരമായ ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്. അങ്ങയുടെ പരിശുദ്ധ ആത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും വരുത്. അവിടുത്തെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. മനസ്സൊരുക്കുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. ആമേൻ. അവിടെ നമ്മുടെ പാപങ്ങൾക്കൊത്തോണ്ട് നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തോണ്ട് നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. ആകാശം ഭൂമിക്ക് ഉയർന്നിരിക്കുന്ന പോലെ അവിടുത്തെ ദയ തൻ്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്ന പോലെ അവിടുന്ന് നമ്മുടെ ലംഘനങ്ങൾ നമ്മോട് അകറ്റിയിരിക്കുന്നു. സർവശക്തനും കാരുണ്യവാനുമായ കർത്താവ് പാപമോചനവും മാപ്പും ജീവിതം പുതുക്കുന്ന അവസരവും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും ആശ്വാസവും നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. ആമേൻ. ദൈവത്തിൽ നിന്ന് നാം അനുഭവിക്കുന്ന എല്ലാ നന്മകളെയും അനുഗ്രഹങ്ങളെയും ഓർത്ത് സ്തോത്രം ചെയ്യാം. ഈ നാളുകളിൽ നമ്മുടെ ജീവിതത്തെ ഹനിക്കുന്ന വിവിധ തരത്തിലുള്ള തിന്മകളുടെ മധ്യയിലൂടെ നാം കടന്നു പോകുന്നുവെങ്കിൽ നമ്മെ ഇത്രയുള്ള ആരോഗ്യത്തോടും സന്തോഷത്തോടും ദൈവം നിലനിർത്തി രോഗബാധയിൽ നിന്ന് നമ്മെ കാത്തു സംരക്ഷിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ടവർ പലരും ശാരീരികമായ ക്ഷീണത്തിലും രോഗത്തിലും കഷ്ടതയിലുമായെങ്കിലും ദൈവം അവരെല്ലാം വീണ്ടെടുത്ത് രക്ഷിച്ചു ആരോഗ്യത്തോടെ സന്തോഷത്തോടെ നിലനിർത്തിയിരിക്കുന്നു. അതിലെല്ലാം ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നാം അനുഭവിക്കുന്ന പാപക്ഷമയുടെ ബോധ്യത്തിനായി, നിത്യജീവന്റെ ഉറപ്പിനായി, ഈ ലോകത്തിൽ നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവിധ തരത്തിലുള്ള നന്മകൾക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സമൂഹത്തിൽ കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കുവാൻ ദൈവാത്മാവിനാൽ ദൈവം നമ്മെ ബലപ്പെടുത്തുന്നതിനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. 18-ാം പുറത്ത് കാണുന്ന പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേരാം. 18-ാം പുറം. കൃപയും സ്നേഹവും നിറഞ്ഞ ദൈവമേ, ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ അധരങ്ങൾ കൊണ്ട് അങ്ങയെ സ്തുതിച്ചു ഞങ്ങളെ തന്നെ അങ്ങേക്ക് പ്രതിഷ്ഠിച്ച് ജീവിക്കുന്നതിനും ജീവിതത്താൽ അങ്ങയെ സ്തുതിക്കുന്നതിനും ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. ഞങ്ങളുടെ പാറയും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമായ കർത്താവെ, ഞങ്ങളുടെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും തിരുമുൻപാകെ പ്രസാദകരമായിരിക്കുമാറാകട്ടെ. ആമേൻ. നൂറ്റി 28-ാമത്തെ പാട്ട്. പാപം സകടം താങ്ങിയിടാൻ യേശു തക്ക സ്നേഹിതൻ എന്നാരംഭിക്കുന്ന പാട്ട് 128 നമുക്ക് ചേർന്ന് ആലപിക്കാം.
സങ്കീർത്തനം 106 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. യഹോവയെ സ്തുതിപ്പിൻ, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ. അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കും ഉള്ളത്. ന്യായത്തെ പ്രമാണിക്കുന്നവരും എല്ലായ്പ്പോഴും നീതി പ്രവർത്തിക്കുന്നവരും ഭാഗ്യവാന്മാർ. നിന്റെ ജനത്തോടുള്ള കടാക്ഷപ്രകാരം എന്നെ ഓർത്ത് നിന്റെ രക്ഷ കൊണ്ട് എന്നെ സന്ദർശിക്കണമേ. ഞങ്ങളുടെ പിതാക്കന്മാർ മിസ്രൈമിൽ വെച്ച് നിന്റെ അത്ഭുതങ്ങളെ ഗ്രഹിക്കാതെയും നിന്റെ മഹാദയെ ഓർക്കാതെയും കടൽക്കരയിൽ ചെങ്കടൽക്കരയിൽ വെച്ച് തന്നെ മത്സരിച്ചു. അവൻ ചെങ്കടലിനെ ശാസിച്ചു, അത് ഉണങ്ങിപ്പോയി. അവൻ അവരെ മരുഭൂമിയിൽ കൂടി എന്ന പോലെ ആഴിയിൽ കൂടി നടത്തി. വെള്ളം അവരുടെ വൈരികളെ മൂടിക്കളഞ്ഞു, അവരിൽ ഒരുത്തനും ശേഷിച്ചില്ല. നമുക്ക് ഇന്നത്തേക്കുള്ള തിരുവചന പാഠങ്ങൾ ശ്രദ്ധിക്കാം. നമുക്കെല്ലാവർക്കും ഇരിക്കാം. വായിക്കുന്നതിനായി നൽകപ്പെട്ടിരിക്കുന്ന പഴയ നിയമവേദ ഭാഗം മീഖ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. മീഖ 6-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യം. യഹോവ അരുളി ചെയ്യുന്നത് കേൾപ്പീൻ. നീ എഴുന്നേറ്റ് പർവ്വതങ്ങളുടെ മുമ്പാകെ വ്യവഹരിക്ക. കുന്നുകൾ നിന്റെ വാക്കു കേൾക്കട്ടെ. പർവ്വതങ്ങളും ഭൂമിയുടെ സ്ഥിരമായ അടിസ്ഥാനങ്ങളൊക്കെയുമായുള്ളവേ, യഹോവയുടെ വ്യവഹാരം കേൾപ്പീൻ. യഹോവയ്ക്കു തൻ്റെ ജനത്തോട് ഒരു വ്യവഹാരമുണ്ട്. അവൻ ഇസ്രായേലിനോട് വാദിക്കും. എൻ്റെ ജനമേ, ഞാൻ നിന്നോട് എന്തു ചെയ്തു? എന്തോന്നിനാൽ ഞാൻ നിന്നെ മുഷിപ്പിച്ചു? എൻ്റെ നേരെ സാക്ഷീകരിക്ക. ഞാൻ നിന്നെ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെടുവിച്ചു. അടിമ വീട്ടിൽ നിന്ന് നിന്നെ വീണ്ടെടുത്തു. മോശയെയും അഹരോനെയും നിന്റെ മുമ്പിൽ അയച്ചു. എൻ്റെ ജനമേ, നിങ്ങൾ യഹോവയുടെ നീതി പ്രവർത്തികളെ അറിയേണ്ടതിനു മോവാബ് രാജാവായ ബാലോക് ആലോചിച്ചതും ബെയോരിന്റെ മകനായ ബിലയാം ഉത്തരം പറഞ്ഞതും ശിത്തീം മുതൽ ഗിൽഗാൽ വരെ സംഭവിച്ചതും ഓർക്കുക. എന്തൊന്നുകൊണ്ടു ഞാൻ യഹോവയുടെ സന്നിധിയിൽ ചെയ്തു. അത്യുന്നതനായ ദൈവത്തിന്റെ മുമ്പാകെ കമ്പിയോട് കൊണ്ട് ഞാൻ ഹോമയാഗങ്ങളോടും 1 വയസ്സ് പ്രായമുള്ള കാള കിടാങ്ങളോടും കൂടെ അവന്റെ സന്നിധിയിൽ ചെല്ലണമോ? 1000 ആട്ടുകൊറ്റനിലും 10,000 തൈലനദിയിലും യഹോവ പ്രസാദിക്കുമോ? എൻ്റെ അതിക്രമത്തിനു വേണ്ടി ഞാൻ എൻ്റെ ആദ്യജാതനെയും ഞാൻ ചെയ്ത പാപത്തിനു വേണ്ടി എൻ്റെ ഉദരഫലത്തെയും കൊടുക്കണമോ? മനുഷ്യ, നല്ലത് എന്തെന്നു അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനുമല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനുമല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്?
ലേഖനവേദ ഭാഗം 2 കൊരിന്ത്യർ 4-ാം അധ്യായം 7 മുതൽ 15 വരെ. 2 കൊരിന്ത്യർ 4-ാം അധ്യായം 7 മുതൽ 15 വരെ. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിനു ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിൽ ആകുന്നു ഉള്ളത്. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവർ എങ്കിലും ഇടുങ്ങിയിരിക്കുകയില്ല, ബുദ്ധിമുട്ടുന്നവർ എങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവർ എങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണ് കിടക്കുന്നവർ എങ്കിലും നശിച്ചു പോകുന്നില്ല. യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിനു യേശുവിൻ്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ യേശുവിൻ്റെ ജീവൻ വെളിപ്പെടേണ്ടതിനു ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിൽ ഏൽപ്പിക്കപ്പെടുന്നു. അങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു. ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ സംസാരിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ വിശ്വാസത്തിന്റെ അതേ ആത്മാവ് ഞങ്ങൾക്കുള്ളതിനാൽ ഞങ്ങളും വിശ്വസിക്കുന്നു, അതുകൊണ്ട് സംസാരിക്കുന്നു. കർത്താവായ യേശുവിനെ ഉയർപ്പിച്ചവൻ ഞങ്ങളെയും യേശുവോടുകൂടെ ഉയർപ്പിച്ചു, നിങ്ങളോടുകൂടെ തിരുസന്നിധിയിൽ നിർത്തും എന്ന് ഞങ്ങൾ അറിയുന്നു. കൃപ പലരിലും പെരുകി ദൈവത്തിന്റെ മഹിമയ്ക്കായി സ്തോത്രം വർദ്ധിപ്പിക്കേണ്ടതിനു സകലവും നിങ്ങൾ നിമിത്തമല്ലോ ആകുന്നു. കൃപ പലരിലും പെരുകി ദൈവത്തിന്റെ മഹിമയ്ക്കായി സ്തോത്രം വർദ്ധിപ്പിക്കേണ്ടതിനു സകലവും നിങ്ങൾ നിമിത്തമല്ലോ ആകുന്നു. വിശുദ്ധ സുവിശേഷം നമുക്ക് ചെവിക്കൊള്ളാം. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 26 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 26 മുതൽ 29 വരെ. പിന്നെ അവൻ പറഞ്ഞത്, ദൈവരാജ്യം ഒരു മനുഷ്യൻ മണ്ണിൽ വിത്ത് എറിഞ്ഞ ശേഷം രാവും പകലും ഉറങ്ങിയും എഴുന്നേറ്റും ഇരിക്കെ അവൻ അറിയാതെ വിത്ത് മുളച്ച് വളരുന്നത് പോലെ ആകുന്നു. ഭൂമി സ്വയമായി മുൻപേ ഞാറും പിന്നെ കതിരും പിന്നെ കതിരിൽ നിറഞ്ഞ മണിയും ഇങ്ങനെ വിളയുന്നു. ധാന്യം വിളയുമ്പോൾ കൊയ്ത്ത് ആയതുകൊണ്ട് അവൻ ഉടനെ അരിവാൾ വയ്ക്കുന്നു. ധാന്യം വിളയുമ്പോൾ കൊയ്ത്തായതുകൊണ്ട് അവൻ ഉടനെ അരിവാൾ വയ്ക്കുന്നു. നമുക്ക് നമ്മുടെ വിശ്വാസം ഒരുമിച്ച് ചൊല്ലാം. ആരാധനക്രമത്തിൽ 22-ാം പുറത്ത് കാണുന്ന അപ്പോസ്തല വിശ്വാസ പ്രമാണം നമുക്ക് ചേർന്ന് പ്രഖ്യാപിക്കാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകപുത്രനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ തന്നെ ഉറപ്പായി ജനിച്ചു, പൊന്തിയോസ് പിലാത്തോസിൽ കഷ്ടപ്പെട്ടു, കുരിശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ചടക്കപ്പെട്ടു. അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവിടുന്ന് സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന് വലത്തുഭാഗത്തിരുന്നു. അവിടുന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിക്കാൻ വരികയും ചെയ്തു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിൽ വിശുദ്ധന്മാരുടെ സംസർഗത്തിൽ പാവങ്ങളും മരിച്ചവരുടെ പുനരുത്ഥാനത്തിൽ നിത്യജീവനിൽ ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് മുട്ടുകൾ മടക്കി ദൈവത്തോട് മധ്യസ്ഥ ചെയ്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അപ്പാ, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്ന കർത്താവേ, അപ്പാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ മക്കളും പ്രിയമക്കളും എന്ന നിലയിൽ ഞങ്ങളെ അവിടുന്ന് വേർതിരിച്ചിരിക്കുന്നല്ലോ. സ്തോത്രം ചെയ്യുന്നു.
യേശുക്രിസ്തുവിൽ ഞങ്ങളെല്ലായ്പ്പോഴും അവിടുത്തെ ആത്മാവിനാൽ നിറഞ്ഞ് ഈ ലോകത്തിൽ അവിടുത്തെ സാക്ഷികളായിരിക്കുവാൻ, ഞങ്ങളുടെ ശരീരമാകുന്ന ഈ മൺകൂടാരത്തിൽ അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിധി സൂക്ഷിക്കുന്നവരായി നിലനിൽപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കുകയും ഒരുക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ആരാധനയിൽ ഞങ്ങൾ പങ്കെടുക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ സത്യത്തിലും ആത്മാവിലും അങ്ങേ ആരാധിക്കുന്ന സത്യനമസ്കാരികളായി ദൈവശക്തിയുടെ മഹത്വം ഞങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ വിട്ട് കടന്നു പോകുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണം. ഈ ആരാധനയിൽ പങ്കുചേരുന്ന ഓരോരുത്തരെയും അവിടുന്ന് വ്യക്തിപരമായി അനുഗ്രഹിച്ച് കുടുംബമായി ബലപ്പെടുത്തുകയും ദൈവ കൃപയുടെ ബഹുത്വത്തിൽ നിലനിൽപ്പാൻ സഹായിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകൾക്കായി, ആരാധനകൾക്കായി, പ്രവർത്തനങ്ങൾക്കായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. കർത്താവെ, മുൻപേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പിന് അതോടുകൂടെ സകലവും ലഭിക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന അവിടുത്തെ തിരുവചസ് ഞങ്ങളുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനും എല്ലായ്പ്പോഴും അങ്ങനെ ഞങ്ങളുടെ ജീവിതം ശ്രേഷ്ഠമായി തീരുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗത്തിലിരിക്കുന്നവരുണ്ട്, പ്രശ്നങ്ങളിലിരിക്കുന്നവരുണ്ട്, മാനസികമായി സംഘർഷം അനുഭവിക്കുന്നവരുണ്ട്, സാമ്പത്തികമായി തകർന്നിരിക്കുന്നവരുണ്ട്, ജീവിതത്തിൽ മുന്നോട്ടുള്ള യാത്രയിൽ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ഭാരപ്പെട്ടിരിക്കുന്നവരുണ്ട്. അവരോടെല്ലാം യഥാർത്ഥ വഴിയായിരിക്കുന്ന അവിടുന്ന് ഇടപെട്ട് മേച്ചിൽ പുറങ്ങളിലേക്ക് എത്തിച്ചേരത്തക്കവണ്ണം അവിടുന്ന് തന്നെ അവരെ സഹായിക്കുകയും ഒരുക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേക പെട്ടെന്നുണ്ടായ ആപത്ത് മുഖാന്തരം കഷ്ടത അനുഭവിക്കുന്ന അനേകം ആളുകളുണ്ട്. രാജു എന്ന സഹോദരനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ മകനെ അവിടുന്ന് ആശ്വസിപ്പിക്കുകയും ഓപ്പറേഷനെല്ലാം ദൈവകൃപ നൽകി ശക്തീകരിക്കുകയും ചെയ്യണമേ. കർത്താവിൻ്റെ ദിവ്യശക്തി കൊണ്ട് ഞങ്ങളെല്ലാവരെയും നിറച്ച് നയിക്കുന്ന കരുണകൾക്കായി സ്തോത്രം ചെയ്യും. ഒരുവന് വേണ്ടി ഒരുവൻ മധ്യസ്ഥത പ്രാർത്ഥിക്കട്ടെ എന്ന് അവിടുത്തെ വചനം ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ, കർത്താവെ, ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളുടെ ആവശ്യങ്ങളും മറ്റുള്ളവരുടെ ആവശ്യങ്ങളും വഹിച്ചുകൊണ്ട് തിരുസന്നിധിയിലേക്ക് അടുത്തു വരുന്നു. അവിടുന്ന് ഞങ്ങളുടെ അപേക്ഷ കേൾക്കുന്ന ദൈവമായിരിക്കാൻ സ്തോത്രം. ഞങ്ങൾക്ക് സൗഖ്യം വരുത്തുന്ന ദൈവമായിരിക്കാൻ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. ഞങ്ങൾക്ക് മാത്രമല്ല, ഞങ്ങളുടെ ദേശത്തിനും അവിടുന്ന് സൗഖ്യം വരുത്തുന്ന സർവശക്തനായിരിക്കാൻ സ്തോത്രം. അപ്രകാരം കർത്താവെ, ഞങ്ങളുടെ എല്ലാ രോഗാവസ്ഥകളെയും മാറ്റി ഞങ്ങൾക്ക് ആവശ്യമായ ആരോഗ്യവും സന്തോഷവും സമാധാനവും ദാനം ചെയ്യണമേ. ഞങ്ങളുടെ ദേശത്ത് അങ്ങനെ അനുഗ്രഹപ്രദമായി പാർത്ത് ദൈവത്തെ സ്തുതിക്കുവാൻ ഞങ്ങളെ മാത്രമല്ല, ദേശത്ത് അധിവസിക്കുന്ന സമസ്ത ജനവിഭാഗങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. കർത്താവെ, ഞങ്ങളുടെ ജീവിത രംഗങ്ങളിൽ അവിടുത്തെ തിരുകൃപ ധാരാളമായി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ ദൈവം നൽകിയ നന്മകളെയും അനുഗ്രഹങ്ങളെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവശക്തിയുടെ മഹത്വത്തിൽ നിലനിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ കുടുംബമായി അവിടുന്ന് വിളിച്ചിരിക്കുമ്പോൾ അവിടുത്തെ വിളിയും തിരഞ്ഞെടുപ്പും ഓർത്ത് ജീവിപ്പാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. ഞങ്ങളുടെ തിരുസഭയിലൂടെ നടന്നു വരുന്ന എല്ലാ ശുശ്രൂഷകൾക്കായും പ്രവർത്തനങ്ങൾക്കായും ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. കർത്താവെ, ഓർഫണ്ടിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ സാധു സംരക്ഷണ രംഗത്ത് ഞങ്ങൾക്ക് വിവിധ തരത്തിൽ ആവശ്യങ്ങളിരിക്കുന്നവരെ കണ്ടെത്തുവാനും അവർക്ക് സഹായഹസ്തം നൽകുവാനുള്ള അവസരം നൽകുകയാൽ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. വേദനയിലും ഭാരത്തിലും ഇരിക്കുന്ന മാറാരോഗങ്ങളാൽ കഷ്ടത അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കുന്നതിന് പാലിയേറ്റീവ് കെയറിലൂടെ അവിടെ നൽകുന്ന എല്ലാ അവസരങ്ങൾക്കായും സ്തോത്രം. അവിടുത്തെ സന്ദേശം മറ്റുള്ളവരെ അറിയിക്കുവാനും അവിടുത്തെ സാക്ഷികളായി നിലനിൽക്കുന്നതിനും അവിടുന്ന് ഞങ്ങൾക്ക് ദേശീയവും തദ്ദേശീയവുമായ നിലകളിൽ അവിടുത്തെ അയൽപ്രദേശത്ത് നിലനിൽക്കുവാനും പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ ശ്രദ്ധിപ്പാനും സുവിശേഷ സമിതിയുടെ പ്രവർത്തനങ്ങളിലൂടെ ഞങ്ങളെ അവിടുന്ന് സഹായിച്ചു വരികയാൽ സ്തോത്രം ചെയ്യുന്നു. അതിനായി പ്രത്യേകം നിലകൊള്ളുന്ന വിവിധ തരത്തിൽ കാഴ്ചകളും നേർച്ചകളും നൽകുന്ന ഇവരെ അനുഗ്രഹിച്ച് ആസ്വദിക്കണമേ. പ്രാർത്ഥനയോടെ അവിടുത്തെ സന്നിധിയിലായിരിക്കാൻ അവിടുന്ന് സഹായിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ TJM ഓഡിറ്റോറിയത്തിൻ്റെ കെട്ടുമണികൾക്കായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. അതിനായിട്ട് വിവിധ തരത്തിൽ ദാനധർമ്മങ്ങൾ നൽകുന്ന ഇവരെ അനുഗ്രഹിക്കണമേ. തുടർന്നുള്ള പണികളിൽ ദൈവശക്തി നൽകി അവിടുന്ന് ശക്തീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും എല്ലായ്പ്പോഴും അനുഗ്രഹപ്രദമായ ജീവിത പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ ഏർപ്പെട്ട് മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവ്, ഞങ്ങളുടെ സംസ്ഥാനത്തിനായി, ഞങ്ങളുടെ രാജ്യത്തിനായി, രാജ്യത്തിൻ്റെ ഭരണ സംവിധാനത്തിനായി, വിവിധ തരത്തിൽ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കായി, വിവിധ ഔദ്യോഗിക രംഗങ്ങളിലായിരിക്കുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ നല്ല നടപ്പും പ്രവർത്തനവും ജീവിതവും കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹകരമായി തീരുവാൻ അവിടുന്ന് സഹായിക്കുന്നു. അവിടുത്തെ ആത്മാവിനാൽ ഭരിക്കപ്പെടേണ്ടത് ഞങ്ങളുടെ അയൽരാജ്യങ്ങളുമായി സമാധാനത്തിലും സന്തോഷത്തിലും ജീവിപ്പാൻ അവിടുന്ന് ഞങ്ങൾക്ക് കൃപ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു.
ലോകസമാധാനത്തിനായി അധ്വാനിക്കുന്ന ആളുകൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുകൃപ നൽകുകയും അവിടുത്തെ പ്രതിനിധികളായി ലോകത്തിൽ ജീവിപ്പാൻ ഏവരെയും സഹായിക്കുകയും ചെയ്യണം. തിരുവചന സത്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങൾക്ക് ആവശ്യമായ കൃപകൾ നൽകുകയാൽ സ്തോത്രം. വചനം സംസാരിക്കുന്ന അച്ഛനെയും ബലപ്പെടുത്തണം. ഞങ്ങളുടെ ചിന്തകളെയും വിചാരങ്ങളെയും അവിടുന്ന് തന്നെ നിയന്ത്രിച്ച് തിരുനാമത്വത്തിനായി ഞങ്ങളെയും നിലനിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭാരത സുവിശേഷീകരണത്തിന് അധ്വാനിക്കുന്ന എല്ലാ സഭകൾക്കായും വിശേഷാൽ ഞങ്ങളുടെ തിരുസഭയ്ക്കായും സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, CSI ഐക്യസഭ എന്ന നിലയിൽ വളർന്ന് പ്രശോഭിച്ച തിരുനാമത്വത്തിനായി നിലനിർത്താൻ ഏവരെയും അവിടുന്ന് സഹായിക്കണമേ. എല്ലാ പട്ടക്കാരെയും എല്ലാ ബിഷപ്പന്മാരെയും വിവിധ തരത്തിൽ ഉത്തരവാദിത്വങ്ങൾ വഹിക്കുന്നവരെയും മോഡറേറ്റർ തിരുമേനിയായിരിക്കുന്ന ഞങ്ങളുടെ ബിഷപ്പിനെയും ഞങ്ങൾ ഓർക്കുന്നു. ആവശ്യമായ കൃപകൾ നൽകി അവിടുന്ന് നടത്തുകയും നിലനിർത്തുകയും ചെയ്യണം. സമസ്തം തിരുപ്പാദത്തിൽ തരുന്നു. യേശു മശിഹാ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശദീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരു ഇഷ്ടം സ്വർഗത്തെ പോലെ ഭൂമിയിലാകണം. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണം. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ പാപകടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളുടെ പരീക്ഷകളെത്താ ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണം. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ വിശുദ്ധ ആരാധനയിൽ സംബന്ധിക്കുന്ന നമ്മെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഒറ്റവാക്കിൽ ഏവരെയും സ്വാഗതം ചെയ്യുകയും ചെയ്തു. നാം ഈ ആരാധനയിൽ പങ്കുചേരുന്ന സമയത്ത് പ്രത്യേകം രോഗവ്യാപനം, COVID-19 എന്ന രോഗവ്യാപനം തടയുന്നതിനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിച്ചാണ് പങ്കുചേരുന്നത്. അതെല്ലാം നമ്മുടെ ഡീക്കന്മാരും പ്രതിനിധികളും നൽകുന്ന പ്രത്യേക നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതിൽ സന്തോഷിക്കുന്നു. നമ്മുടെ ആരാധനകൾ പ്രധാനമായും 3 ആരാധനകളായിട്ടാണ് ഞായറാഴ്ച നടത്തുന്നത്. 6:30 മണിക്കും പിന്നെ തുടർന്ന് ഈ സമയം 8:30 മണിക്കുള്ള ആരാധനയും തുടർന്ന് 10:30 മണിക്കുള്ള ആരാധനയുമാണ്. ഈ ആരാധനകളിൽ അതത് വാർഡുകളെ പ്രതിനിധീകരിച്ച് ആരെല്ലാമാണോ പങ്കുചേരേണ്ടത് അങ്ങനെ പങ്കുചേരുന്നത് നന്നായിരിക്കും. കഴിയുന്നതും അതത് സമയങ്ങളിൽ പങ്കുചേരുക. നമ്മുടെ പൂർ ഫണ്ടിൻ്റെയും പാലിയേറ്റീവ് കെയറിൻ്റെയും സുവിശേഷ സമിതിയുടെയും പ്രവർത്തനങ്ങളെല്ലാം ഭംഗിയായി നടന്നു വരുന്നുണ്ട്. അതിൽ നമ്മുടെ ഓരോരുത്തരുടെയും പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിന് ദൈവം സഹായിക്കുന്ന തരത്തിൽ സാമ്പത്തിക ഭദ്രതയ്ക്ക് ഒത്തവണ്ണം ഏവരും സഹകരിക്കുക. പാലിയേറ്റീവ് കെയറിൻ്റെയും സുവിശേഷ സമിതിയുടെയും ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട് മിഷണറിമാർക്ക് ക്രിസ്മസ് ഗിഫ്റ്റ് നൽകുന്നതിനും പാലിയേറ്റീവ് കെയറിൻ്റെ ആഭിമുഖ്യത്തിൽ സാധുക്കളായ രോഗികളായ ആളുകൾക്ക് സഹായം നൽകുന്നതിനുള്ള ക്രമീകരണങ്ങളിലാണ് മുന്നോട്ട് പോകുന്നത്. അതിനായിട്ട് നമ്മുടെ ഭവനങ്ങളിൽ സൂക്ഷിച്ചിട്ടുള്ള ബോക്സുകൾ ഈ ദിവസങ്ങളിൽ അതിൻ്റെ പ്രതിനിധികൾ സന്ദർശിച്ച് സ്വീകരിക്കുന്നതാണ്. ആ കാര്യത്തിൽ ഏവരും പ്രാർത്ഥനയോടെ പങ്കുചേരുക. TJM ഓഡിറ്റോറിയത്തിൻ്റെ പണികളിൽ നാം ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കുക. നൽകുവാൻ ദൈവം സഹായിക്കുന്ന തരത്തിൽ നമ്മുടെ സാമ്പത്തികമായ ഭദ്രത അനുസരിച്ച് നൽകി സഹകരിക്കുകയും ചെയ്യുക. ഒരു വിവാഹ പരസ്യം. ചങ്ങനാശ്ശേരി ഡയസിസിൽ നെയ്യാറ്റിൻകര ഡിസ്ട്രിക്റ്റിൽ സെൻറ്റ് ജോസഫ്സ് കുച്ചപ്പുറം സഭയിൽ മിസ്റ്റർ S. റോബിൻസൺ, മിസ്സിസ് J. വിമല, മകൻ മിസ്റ്റർ R. രതീഷ് കുമാറും, കാട്ടാക്കട ഡിസ്ട്രിക്റ്റിൽ കാട്ടാക്കട സഭയിൽ മിസ്റ്റർ D. ശിശുരാജൻ, മിസ്സിസ് J. ബിന്ദു, മകൾ ശരണ്യ രാജൻ തമ്മിൽ വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്നതിനെ സംബന്ധിച്ചിരിക്കുന്നു. ഈ വിവാഹം നിയമവിരുദ്ധമാണെന്നോ വേദവിരുദ്ധമാണെന്നോ ആർക്കെങ്കിലും സഹകരണം തെളിയിക്കാൻ കഴിഞ്ഞാൽ ആയതിന് ഇന്നു മുതൽ 3 ദിവസങ്ങൾക്കകം രേഖാമൂലം എന്നെ അറിയിക്കേണ്ടതാണ്. നമ്മുടെ പ്രത്യേക കാഴ്ചകളും നേർച്ചകളും നാം അർപ്പിച്ചിരിക്കുന്നതും ദൈവസന്നിധിയിൽ നാം നന്ദിയോടെ ഓർക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും വഹിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. മഹാകാരുണ്യവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്ന ഭാഗ്യമെന്ന് അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ചു. മനസ്സൊരുക്കത്തോടെ കൊടുക്കുന്നവനെ അവിടുന്ന് സ്നേഹിക്കുന്നു എന്നും തിരുവചനത്തിൽ ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ഞങ്ങളെ തന്നെ അവിടുത്തെ സന്നിധിയിൽ സമർപ്പിച്ചിരിക്കുന്നതിൻ്റെ അടയാളമായി ഞങ്ങൾ ഇപ്പോൾ അർപ്പിച്ചിരിക്കുന്ന എല്ലാ കാഴ്ചകളെയും നേർച്ചകളെയും അവിടുന്ന് സ്വീകരിക്കണം. കർത്താവെ, ഞങ്ങൾ മനഃപൂർവ്വമായി അർപ്പിച്ചതായി അവിടുത്തെ സന്നിധിയിൽ
ഞങ്ങളെ തന്നെ വിനയപ്പെടുത്തിയിരിക്കുന്ന ജീവിത അവസ്ഥ അവിടുന്ന് സ്വീകരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ തന്നെ ഒരിക്കൽ കൂടെ സമർപ്പിക്കുന്നു. കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ച് ആസ്വദിക്കുന്ന ദൈവമായിരിക്കാൻ സ്തോത്രം. അവിടുത്തെ തിരുസ്നേഹം ഉൾക്കൊണ്ടുകൊണ്ട് അവിടുത്തെ കരുതലിൽ ഞങ്ങളെല്ലായ്പ്പോഴും പങ്കാളികളായി തീരുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണം. ജന്മനാൾ ആഘോഷിച്ച് കുടുംബവാർഷികമോർത്ത് തിരുസന്നിധിയിൽ നന്ദിയോടായിരിക്കുന്നവരുണ്ട്. രോഗസൗഖ്യം പ്രാപിച്ച് തിരുസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്നവരുണ്ട്. കർത്താവ് നൽകിയ കുടുംബജീവിത നന്മകൾ അനുഭവിച്ച് ദൈവത്തെ സ്തുതിക്കുന്നവരുണ്ട്. ഏവരോട് അവിടുന്ന് മനസ്സിലാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, രോഗികളായും വിവിധ തരത്തിൽ കഷ്ടത അനുഭവിക്കുകയും ഭാരപ്പെടുകയും ചെയ്യുന്ന ഓരോരുത്തരോട് അവിടുന്ന് മനസ്സിലാകണമേ. അവരെ സംരക്ഷിക്കുന്നതിനും കരുതുന്നതിനുമുള്ള ദൈവശക്തി ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ നടത്തേണ്ടത് സമസ്തവും തിരുപ്പാദത്തിൽ തരുന്നു. യേശു മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. നമുക്ക് തിരുവചന കേൾവിക്കായി നമ്മെ വിനയപ്പെടുത്താം. 60-ാമത്തെ പാട്ടിൻ്റെ ഒന്നും അവസാനത്തെയും ചരണങ്ങൾ ചേർന്ന് പാടാം. 60-ാമത്തെ പാട്ട്. പരിശുദ്ധ കർത്താവേ, അങ്ങയുടെ ശക്തി മൺപാത്രങ്ങളാകുന്ന അടിയങ്ങളുടെ മേൽ പകരുകയും അവിടുത്തെ പദ്ധതിക്കായി ദിനംതോറും ഞങ്ങളെ ശക്തീകരിക്കുകയും ചെയ്യുക. സ്തോത്രം കരേറ്റുന്നു. അങ്ങ് പകർന്നിരിക്കുന്ന നിധിയുടെ മൂല്യം ഉൾക്കൊള്ളുവാനും വിളിക്ക് യോഗ്യമാവണ്ണം ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാനും തിരുവചനത്തിലൂടെ ഞങ്ങളെ പ്രചോദിപ്പിക്കണമേ. വചനം സംസാരിക്കുന്ന അടിയനെയും കേൾക്കുന്ന സഭയെയും ആശീർവദിക്കണമേ. യേശു ക്രിസ്തു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ സർവശക്തനായ ദൈവത്തെ ആരാധിക്കുവാൻ ലഭ്യമായ അവസരത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം കരേറ്റുന്നു. ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളുടെ സഹായത്തോടുകൂടി ഭവനത്തിലും ദൈവാലയത്തിലും പരിസരങ്ങളിലുമായിരുന്നു കൊണ്ട് ഈ ആരാധനയുടെ ഭാഗമാകുന്ന എല്ലാവരെയും ദൈവവചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ ചിന്തയ്ക്കായി നമുക്ക് നൽകിയിരിക്കുന്ന വിഷയം മൺപാത്രത്തിലെ നിധി എന്ന വിഷയമാണ്. ട്രഷർ ഇൻ ക്ലേ ജാർസ്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു: എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ എന്ന് വരേണ്ടുന്നതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ എന്ന് വരേണ്ടുന്നതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ജീവിതത്തിലെ നിസ്വതയെക്കുറിച്ച് സൂചിപ്പിക്കുന്ന ഒരു വേദഭാഗമാണ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങൾ. നമുക്ക് അഹങ്കരിക്കുവാൻ ഒന്നും തന്നെ ഇല്ല. ദൈവത്തിൻ്റെ കൃപയാൽ നാം അനുഭവിക്കുന്ന നന്മകളാണ് നമുക്കുള്ളത് എന്ന ഓർമ്മപ്പെടുത്തലാണ് പൗലോസ് അപ്പോസ്തലൻ സഭയുടെ മുമ്പിൽ, നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത്. പലതരത്തിലുള്ള കഷ്ടതകളിലൂടെ കടന്നുപോയപ്പോഴും ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നു പോകാതെ ദൈവപദ്ധതിക്കായി തന്നെ സമർപ്പിക്കുന്ന പൗലോസിനെ നമുക്ക് കാണുവാനായി കഴിയുന്നുണ്ട്. ഈ പൗലോസ് സൂചിപ്പിക്കുകയാണ്, കഷ്ടതകളിലും ഞെരുക്കങ്ങളിലും ഉടയുന്ന ജീവിത അനുഭവങ്ങളിലും
നമ്മുടെ മേൽ പകരപ്പെടുന്ന ദൈവത്തിൻ്റെ ശക്തിയെ തിരിച്ചറിയുന്നിടത്താണ് ഒരു മനുഷ്യൻ്റെ ആത്മീയ ജീവിതം ഏറ്റവും ഫലകരമായി തീരുന്നത് എന്ന് പൗലോസ് ഓർമ്മപ്പെടുത്തുകയാണ്. പലപ്പോഴും ഒരു വിശ്വാസി എന്ന നിലയിൽ ദൈവവുമായുള്ള ബന്ധത്തിൽ മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ നാം തളർന്നു പോകാറുണ്ട്. ദൈവം എന്നെ കൈവിട്ടോ എന്ന് ചിന്തിച്ചു പോകാറുണ്ട്. അങ്ങനെയുള്ള ആശങ്കകളിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മളെല്ലാവരും. അല്ലെങ്കിൽ ഒരു വേള അല്ലെങ്കിൽ മറ്റൊരു വേള അപ്രകാരം ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ളവരാണ്. അത് രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ, സാമ്പത്തികമായ തകർച്ചകൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ, കുടുംബ ബന്ധങ്ങളിലായിക്കൊള്ളട്ടെ, സാമൂഹ്യ ബന്ധങ്ങളിലായിക്കൊള്ളട്ടെ, തെറ്റിദ്ധാരണകൾ വരുന്ന വേളകളിൽ, ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ കഴിയാതെ വണ്ണം തളർന്നു പോകുന്ന സാഹചര്യങ്ങളിലൊക്കെ നാം ചിന്തിച്ചിട്ടുള്ളതാണ്. അങ്ങനെ ചിന്തിക്കുന്ന, ആകുലപ്പെടുന്ന, ആശങ്കകളിലൂടെ കടന്നു പോകുന്ന ഒരു വിശ്വാസിക്ക് ആശ്വാസവും പ്രത്യാശയും നൽകുന്ന ആലോചനകളാണ് നാം ഇന്ന് വായിച്ച ലേഖന വേദഭാഗത്തിലുള്ളത്. പലപ്പോഴും നാം ചിന്തിക്കാറുള്ളത് ദൈവത്തിൻ്റെ മകനായതുകൊണ്ട്, മകളായതുകൊണ്ട്, ദൈവ പൈതലായതുകൊണ്ട് തന്നെ ഈ എല്ലാ പ്രതിസന്ധികളെയും, എല്ലാ പ്രതികൂലങ്ങളും ഒന്നും ജീവിതത്തിൽ കടന്നു വരാത്ത ഒരു അനുഭവം, അല്ലെങ്കിൽ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും കഷ്ടതകളും ഇല്ലാത്ത ഒരനുഭവം, സന്തോഷത്തിൻ്റെ പൂർണ്ണത അനുഭവിക്കുന്ന ആ ഒരു ജീവിതം, ഇതാണ് നാം സ്വപ്നം കാണാറുള്ളത്. അവിടെയാണ് പൗലോസ് ക്രിസ്തീയ ജീവിതത്തിൽ എപ്രകാരമാണ് ദൈവം തൻ്റെ ശക്തിയെ വെളിപ്പെടുത്തുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുന്നത്. എങ്ങനെയാണ് ദൈവത്തിൻ്റെ ശക്തി ബലഹീനനായ മനുഷ്യനിലൂടെ വെളിപ്പെടുന്നത്? ബലഹീനനായ മനുഷ്യനിൽ ദൈവം തൻ്റെ ശക്തിയെ വെളിപ്പെടുത്തുന്നത് എപ്രകാരമാണ്? അതുകൊണ്ടുള്ള പ്രയോജനം എന്താണ് എന്നാണ് ഇന്നത്തെ ഈ ലേഖനവേദ ഭാഗത്തിൽ നാം കാണുന്നത്. 4-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ കഷ്ടതകളിൽ വെളിപ്പെടുന്ന ദൈവിക ശക്തിയെക്കുറിച്ച്, അതിൻ്റെ വിവിധ മാനങ്ങളെക്കുറിച്ച് പൗലോസ് സൂചിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ ശക്തി മൺപാത്രങ്ങളിലാണുള്ളത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. മൺപാത്രങ്ങളുടെ പ്രത്യേകത നമുക്കറിയാം. അത് പെട്ടെന്ന് പൊട്ടിപ്പോകുവാൻ സാധ്യതയുള്ളതാണ്. നമ്മുടെ ഭവനങ്ങളിലെല്ലാം മൺപാത്രങ്ങളുണ്ട്. അപ്പോൾ നമ്മളൊരു അലമാര പണിയുമ്പോൾ അത് മണ്ണുകൊണ്ട് പണിയില്ല, പകരം ഏറ്റവും ഹാർഡായിട്ടുള്ള മെറ്റൽ ഏതെങ്കിലും ഉപയോഗിക്കാനായി പരിശ്രമിക്കും. കാരണം നമുക്കത് സൂക്ഷിച്ചു വെക്കണം, പെട്ടെന്ന് പൊളിഞ്ഞു പോകാൻ പാടില്ല, തകർക്കപ്പെടുവാൻ പാടില്ല. നമ്മൾ ഒരു ഫർണിച്ചർ ഉണ്ടാക്കുമ്പോഴും ഏറ്റവും കട്ടിയുള്ള പദാർത്ഥം ഉപയോഗിക്കുവാനായി പരിശ്രമിക്കും. കാരണം അത് നശിച്ചു പോകാൻ പാടില്ല, പെട്ടെന്ന് പൊളിഞ്ഞു പോകാൻ പാടില്ല. എന്നാൽ ദൈവം തൻ്റെ ശക്തി പകർന്നു നൽകിയിരിക്കുന്നതിന് ഉദാഹരണമായി പൗലോസ് ഉപമയായി സൂചിപ്പിക്കുന്നത് മൺപാത്രങ്ങളിലാണ് ദൈവത്തിൻ്റെ ശക്തി പകരപ്പെട്ടിരിക്കുന്നത്. ആ ഒരു ബോധ്യം ഉണ്ടാകണം എന്ന ഓർമ്മപ്പെടുത്തലാണ് പൗലോസ് പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തി പകരപ്പെട്ടിരിക്കുന്നത് മൺപാത്രങ്ങളാണ്. മനുഷ്യരായ നാം, ദൈവത്തിൽ ആശ്രയിക്കുന്ന, വിശ്വാസ ജീവിതം നയിക്കുന്ന നമ്മുടെ മേൽ ദൈവം തൻ്റെ ശക്തി പകർന്നിരിക്കുന്നത് കേവലം മൺപാത്രങ്ങളിൽ മറ്റു വസ്തുക്കളെ പകർന്നതിന് സമമായിട്ടാണ് എന്ന ഓർമ്മപ്പെടുത്തലാണ്. കുറച്ച് വെള്ളം ഒരു മൺപാത്രത്തിൽ ഇരിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ പാല് മൺപാത്രത്തിൽ ഇരിക്കുന്നുവെങ്കിൽ നാം അത് ഹാൻഡിൽ ചെയ്യുന്നത് വളരെ ശ്രദ്ധിച്ചായിരിക്കും. ഒരു ബോട്ടിലിൽ, പ്ലാസ്റ്റിക് ബോട്ടിലിനകത്ത് പാല് വാങ്ങിക്കൊണ്ട് വന്നാൽ ഒരുപക്ഷെ നാം സ്വാതന്ത്ര്യത്തോടുകൂടി ബൈക്കിലോ അല്ലെങ്കിൽ കവറിനകത്തൊക്കെ തൂക്കിയിട്ട് കൊണ്ടുവരും. എന്നാൽ ഒരു മൺപാത്രത്തിലാണ് നാം പാല് കൊണ്ടുവരുന്നത് എങ്കിൽ നാം വളരെയധികം ശ്രദ്ധിക്കും. കാരണം അത് പെട്ടെന്ന് പൊട്ടിപ്പോകുവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഉപമ പൗലോസ് അപ്പോസ്തലൻ പറയുമ്പോൾ പൗലോസ് സൂചിപ്പിക്കുന്ന ചില കാര്യങ്ങൾ തുടർന്ന് 8-9 വാക്യങ്ങളിലായി ഇങ്ങനെ കാണുന്നുണ്ട്. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. 4 കാര്യങ്ങൾ, 4 തലങ്ങളിൽ നിന്നുകൊണ്ട് പൗലോസ് ഈ ജീവിതത്തെ, തൻ്റെ ജീവിതത്തെ, തനിക്ക് ചുറ്റുമുള്ള വിശ്വാസികളുടെ ജീവിതത്തെ ചൂണ്ടിക്കാണിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം പൗലോസിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ശക്തിയുണ്ട്. ദൈവത്തിന്റെ ശക്തി നിരന്തരമായി വ്യാപരിക്കുകയാണ്.
പൗലോസിന്റെ കൂടെ ശുശ്രൂഷ മേഖലയിലായിരിക്കുന്ന ആളുകൾ, പൗലോസ് ശുശ്രൂഷ ചെയ്യുന്ന സഭയിലെ ആളുകൾ, പൗലോസ് എഴുത്തുകളിലൂടെ ബലപ്പെടുത്തുന്ന വിശ്വാസ സമൂഹത്തിന്റെ പ്രതിനിധികൾ, അവരെല്ലാം തന്നെ പൗലോസിനെ കാണുകയാണ്, പൗലോസിന്റെ ജീവിതത്തെ അടുത്തറിയുകയാണ്. പൗലോസ് ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ചും ദൈവത്തിന്റെ ഇടപെടലിനെ കുറിച്ചും ഒക്കെ നിരന്തരമായി പ്രസംഗിക്കുമ്പോൾ പൗലോസിന്റെ ജീവിതത്തിൽ പലതരത്തിലുള്ള കഷ്ടതകളിലൂടെയാണ് പൗലോസ് പോയിക്കൊണ്ടിരിക്കുന്നത്. പൗലോസിന് ശാരീരികമായി ബലഹീനതകൾ ഉണ്ടായിരുന്നു. പൗലോസിന് നിരന്തരം പീഡനങ്ങൾ ഏൽക്കേണ്ടതായി വന്നു, തടവിലാകേണ്ടതായി വന്നു. അപ്പോ ജീവിത പശ്ചാത്തലത്തിൽ ഏറ്റവും സുഖകരമായ ഒരു ഭൂതകാലം ഉണ്ടായിരിക്കെ, സമൃദ്ധിയുടെ ഒരു ഭൂതകാലം ഉണ്ടായിരിക്കെ, അധികാരത്തിന്റെ ഒരു ഭൂതകാലം ഉണ്ടായിരിക്കെ, സൗന്ദര്യത്തിന്റെയും ആരോഗ്യത്തിന്റെയും ഒരു ഭൂതകാലം ഉണ്ടായിരിക്കെ, സമൂഹത്തിലെ അംഗീകാരത്തിന്റെ ഒരു ഭൂതകാലം ഉണ്ടായിരിക്കെ, ക്രിസ്തുവിനെ പ്രതി അതൊക്കെയും ഉപേക്ഷിച്ച് തന്റെ ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ പൗലോസ് ഈ ലേഖനം എഴുതുന്ന പശ്ചാത്തലത്തിൽ കഷ്ടതകളിലൂടെ കടന്നു പോവുകയാണ്. പൗലോസിന്റെ പരിചയക്കാരിലും അതുപോലെ തന്നെ ബന്ധുക്കളിലും പൊതുസമൂഹത്തിലും പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഉയരുകയാണ്. യേശുവിനെ പ്രതി തന്റെ ജീവിതത്തിൽ ഓരോ നിമിഷവും മുന്നോട്ട് പോകുന്ന പൗലോസ് എന്തുകൊണ്ട് ഈ കഷ്ടതകളിലൂടെ മുന്നോട്ട് പോകുന്നു? ഇത്രത്തോളം തീക്ഷ്ണതയോടുകൂടി ദൈവനാമോഹത്വത്തിനായി നിലനിൽക്കുന്ന പൗലോസിന്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഇപ്രകാരമുള്ള ശോധനകൾ കടന്നു വരുന്നത്? പൗലോസ് പറയുകയാണ്, ഈ കഷ്ടതകളിൽ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുകയാണ് എന്ന്. നാം ഇന്ന് വായിച്ച പഴയ നിയമ വേദഭാഗത്തിലും സങ്കീർത്തന വേദഭാഗത്തിലും ദൈവത്തിന്റെ ശക്തി വെളിപ്പെട്ട അനുഭവങ്ങളെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. മീഖാ പ്രവാചകന്റെ പുസ്തകത്തിൽ ആ പാസേജിന്റെ ആദ്യ ഭാഗത്ത് എങ്ങനെയാണ് ഇസ്രായേൽ ജനത ദൈവത്തിന്റെ ശക്തി അനുഭവിച്ചത് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. വളരെ ചുരുങ്ങിയ വാക്കുകളിലൂടെ അവരുടെ ചരിത്രത്തെ മീഖ ഓർമ്മപ്പെടുത്തുകയാണ്. മിസ്രൈമിലെ അടിമ വീട്ടിൽ നിന്ന് മോചിപ്പിച്ച് ഓരോ അപകടങ്ങളുടെ മധ്യേയും ദൈവം ശക്തിയെ വെളിപ്പെടുത്തിയതിനെ കുറിച്ച് മീഖ സൂചിപ്പിച്ചു. സങ്കീർത്തനം 105, 106 വായിക്കുമ്പോൾ ഈ ചരിത്രം മുഴുവൻ ഗാനമായി സങ്കീർത്തനക്കാരൻ തന്റെ ജനത്തെ പാടി കേൾപ്പിക്കുകയാണ്. അപ്പോ മിസ്രൈമില് പലതരത്തിലുള്ള പ്രതിസന്ധികൾ, അതിനെ തുടർന്ന് പുറപ്പാട് യാത്രയിൽ ഓരോ ഘട്ടത്തിലും വെല്ലുവിളികൾ, മരണത്തെ മുന്നിൽ കാണുന്ന അനുഭവങ്ങൾ, അങ്ങനെയൊക്കെ അവർ യാത്ര ചെയ്യുമ്പോഴും അവിടെയെല്ലാം ദൈവത്തിന്റെ ശക്തി വെളിപ്പെട്ടതായിട്ടാണ് സങ്കീർത്തനക്കാരനും മീഖയും സൂചിപ്പിക്കുന്നത്. മീഖ അതിന് ബാലാക്കിന്റെയും ബേയോറിന്റെയും കാലത്തിലൊക്കെ ബിലാമിന്റെ കാലത്തൊക്കെ സംഭവിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർക്കുക എന്ന് പറഞ്ഞ് ജനത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. അവരോട് പറഞ്ഞതാണ്, ഈ കഷ്ടങ്ങളൊക്കെ വരാതിരുന്ന ഒരു യാത്രയല്ല മരുഭൂ യാത്ര, പുറപ്പാട് യാത്ര, അവരുടെ വിശ്വാസ യാത്ര. പകരം വലിയ കഷ്ടങ്ങൾ വന്നപ്പോൾ, പുറകിൽ നിന്ന് ഫറവോന്റെ സൈന്യം വന്നപ്പോൾ അവിടെ വെളിപ്പെടുത്തപ്പെട്ട ദൈവത്തിന്റെ ശക്തിയാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നതിന് ഊർജം നൽകിയത് എന്ന ഓർമ്മപ്പെടുത്തലാണ് അവിടെ നൽകുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതങ്ങളിലും പലതരത്തിലുള്ള പ്രയാസങ്ങളിലൂടെ, കഷ്ടതകളിലൂടെ നാം ഈ നാളുകളിൽ മുന്നോട്ട് പോവുകയാണ്. രോഗഭയം, രോഗത്തിൻ്റെതായ അനുഭവങ്ങൾ, രോഗഭയം കാരണമുണ്ടാകുന്ന സാമ്പത്തിക മാന്ദ്യം, നമ്മുടെ കുടുംബങ്ങളിലും സമൂഹത്തിലും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന പലതരത്തിലുള്ള നന്മകൾ, ഇങ്ങനെ വലിയൊരു പ്രതിസന്ധിയുടെ മധ്യേ മാനവ സമൂഹം നിൽക്കുമ്പോൾ ഈ ലേഖന വേദഭാഗം നമ്മോട് പറയുകയാണ്, ഈ പ്രതിസന്ധികളിലും ഈ പ്രതികൂലങ്ങളിലും ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുന്ന നിരവധി അനുഭവങ്ങളുണ്ട്. ആ അനുഭവങ്ങളെ ഉൾക്കൊള്ളുന്നിടത്താണ് നമ്മുടെ ആത്മീയ ജീവിതം വളരുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പൗലോസ് തുടർന്ന് സൂചിപ്പിക്കുന്നത്, കഷ്ടം സഹിക്കുന്നു എങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല. പലതരത്തിലുള്ള കഷ്ടങ്ങളുണ്ട്. സാധാരണ രീതിയിൽ കഷ്ടം സംഭവിക്കുമ്പോൾ അവിടെ ഒരു ഉൾവലിയലാണ് സംഭവിക്കുന്നത്. നമ്മളൊരു സ്കൂളിലായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ നമ്മളൊരു കോളേജിലായിക്കൊള്ളട്ടെ, നമ്മൾ ആയിരിക്കുന്ന ഉപജീവന മേഖലകളിലായിക്കൊള്ളട്ടെ, നമുക്ക് നഷ്ടങ്ങളും വേദനകളും ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും സംഭവിക്കുന്നത് നാം ആയിരിക്കുന്ന സമൂഹത്തിൽ നിന്ന് പുറകോട്ട് മാറുവാനായി താല്പര്യം കാണിക്കും.
അപ്പോൾ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നഷ്ടങ്ങളോ കഷ്ടങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോൾ മാനുഷികമായിട്ടുള്ള പ്രതികരണം എന്ന് പറയുന്നത് ഉൾവലിയാനുള്ള ഒരു പ്രതികരണമാണ്. അല്ലെങ്കിൽ നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നൊക്കെ പിന്മാറുവാനുള്ള ഒരു താല്പര്യമാണ് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നത്. ഞാൻ ഇതെല്ലാം ചെയ്തിട്ടും എനിക്ക് ഈ നഷ്ടം വന്നല്ലോ, എനിക്ക് ഈ പരാജയം സംഭവിച്ചല്ലോ, എനിക്ക് ഈ കഷ്ടത വന്നല്ലോ, സ്വാഭാവികമായിട്ടും പിന്മാറുവാനുള്ള സാധ്യത. അപ്പോൾ പൗലോസ് പറയുന്നത്, ഇങ്ങനെ കഷ്ടം സഹിച്ച് മുന്നോട്ട് പോകുന്നുവെങ്കിലും ഞങ്ങൾ ഇടുങ്ങിയിരിക്കുന്നില്ല. ഞങ്ങൾ ഒരു കാരണവശാലും ഒരു കാര്യത്തിലും ഒരു മേഖലയിൽ നിന്നും പിൻവാങ്ങി പോകുന്നില്ല. പകരം ദൈവത്തിൻ്റെ ശക്തി മൺപാത്രങ്ങളിലാണ് വെളിപ്പെടുന്നത്. ഈ ശക്തി പകരപ്പെടുന്നത് അത് ഉടഞ്ഞു പോകുവാൻ സാധ്യതയുള്ള ഫ്രജൈലായിട്ടുള്ള ഈ പാത്രങ്ങളിലാണ് വ്യാപരിക്കുന്നത് എന്ന ബോധ്യത്തോടുകൂടി നിൽക്കുന്നു എന്ന് കാണുന്നു. വീണ്ടും പറയുകയാണ്, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും മുറ പോലെ സംഭവിച്ചു കൊണ്ടിരുന്നാൽ തീർച്ചയായും സന്തോഷവും അതുപോലെ തന്നെ സമാധാനവും സംതൃപ്തിയും എല്ലാം ഉണ്ടാകും. എവിടെയെങ്കിലുമൊക്കെ ഞെരുക്കം വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നിരാശ കടന്നു വരുന്നത്. പൗലോസ് പറയുന്നത്, ഈ ദൈവത്തിൻ്റെ ശക്തി ഉള്ളതുകൊണ്ട് നിരാശ തോന്നുന്നില്ല എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിക്കുന്നത് കൊണ്ട് ജീവിതത്തിൽ നിരാശയില്ല എന്ന് പൗലോസ് പറയുകയാണ്. അപ്പോൾ ജീവിത സാഹചര്യങ്ങളിലേക്ക് നോക്കിയാൽ തീർച്ചയായും നിരാശപ്പെടേണ്ടുന്ന കാര്യങ്ങളുണ്ട്. ഈ ലോകത്തിൻ്റെ കണ്ണുകളിലൂടെ ജീവിതത്തെ വിലയിരുത്തിയാൽ തീർച്ചയായും നിരാശപ്പെട്ടു പോകേണ്ട സാഹചര്യങ്ങളുണ്ട്. എന്നാൽ പൗലോസ് ദൈവശക്തിയിൽ ആശ്രയിക്കുകയാണ്. ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് പൗലോസ് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. ഈ ലോകപ്രകാരം പലതരത്തിലുള്ള ഉപദ്രവം ഏൽക്കുന്നുണ്ട്. പൗലോസ് പറയുകയാണ്, അത് ഭരണകൂടം നൽകുന്ന ഉപദ്രവമാണ്, ഇതര വിശ്വാസങ്ങളിലായിരിക്കുന്ന വ്യക്തികൾ നൽകുന്ന ഉപദ്രവമാണ്. ഒരു വേള സഭയ്ക്കുള്ളിൽ നിന്ന് തന്നെ പൗലോസിന് വേദന ഉണ്ടാകുന്നു, ഉപദ്രവം ഉണ്ടാകുന്നു എന്ന് നമുക്കറിയാം. അങ്ങനെയും ഉപദ്രവങ്ങൾ ഉണ്ടാകുകയാണ്. അപ്പോൾ പൗലോസ് പറയുകയാണ്, അങ്ങനെ ഉപദ്രവം അനുഭവിക്കുന്നു എങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല എന്ന് പറയുമ്പോൾ ദൈവം ഉപേക്ഷിക്കുന്നില്ല എന്നുള്ള പൂർണ്ണ ബോധ്യം പൗലോസിനുണ്ടായിരുന്നു. നമുക്ക് പലതരത്തിലുള്ള ഉപദ്രവങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ നിന്ന്, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന്, നാം ആയിരിക്കുന്ന ഉപജീവന മേഖലകളിൽ നിന്നൊക്കെ ഉണ്ടാകുന്നത്. ഉപദ്രവം അല്ലെങ്കിൽ പലതരത്തിലുള്ള തിന്മയുടെ അനുഭവങ്ങളിൽ ഇല്ലാത്ത ആരും തന്നെ ഇല്ല. അപ്പോൾ ഉപദ്രവം ഉണ്ടാകുമ്പോൾ പൗലോസിന്റെ ഉറപ്പെന്ന് പറയുന്നത് ഉപേക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. മനുഷ്യൻ ഉപദ്രവിച്ചാലും ദൈവം ഉപേക്ഷിക്കുന്നില്ല. വലം കരത്താൽ ദൈവം പിടിച്ചിരിക്കുന്നു, ശക്തിപ്പെടുത്തുന്നു എന്നുള്ള ഉറപ്പ് പൗലോസിന് ഉള്ളതായി കാണുന്നു. വീണ് കിടക്കുന്നവരെങ്കിലും നിലം പരിചാകുന്നില്ല, നശിച്ചു പോകുന്നില്ല എന്ന് പൗലോസ് സൂചിപ്പിക്കുകയാണ്. സ്വാഭാവികമായും ഒരു മരം അല്ലെങ്കിൽ ഒരു ചെടി മറിഞ്ഞു വീഴുമ്പോൾ, അല്ലെങ്കിൽ കാറ്റത്തോ അല്ലെങ്കിൽ അതുപോലെ തന്നെ മറ്റേതെങ്കിലും പ്രതികൂല സാഹചര്യങ്ങളോ മറിയുമ്പോൾ അവിടെ അതിന് എന്തെങ്കിലും ജീവിതത്തിൽ വേരും മണ്ണുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, അതുപോലെ തന്നെ അടുത്ത് സൂര്യപ്രകാശം ലഭ്യമാകുന്നതിനുള്ള അവസരമുണ്ട് എങ്കിൽ അത് വീണ്ടും മറിഞ്ഞ് വീഴുന്ന സ്ഥലത്ത് നിന്ന് അതിൻ്റെ ജീവിതം തുടരുവാനുള്ള പരിശ്രമം ഉണ്ടാകുന്നത് നമുക്കറിയാം. അത് നമ്മുടെ വീടുകളിലെ കൃഷി മേഖലയിൽ നാം നോക്കിക്കഴിഞ്ഞാൽ ഏത് മരമായിരുന്നാലും സസ്യമായിരുന്നാലും അതിന് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു പ്രതികരണം അപ്രകാരമാണ്. ഏറ്റവും പ്രതികൂല സാഹചര്യത്തിൽ, വീണുപോയ സാഹചര്യത്തിൽ പോലും നിലംപരിചാകാതെ മുന്നോട്ട് ജീവിതം നയിക്കുവാനുള്ള ശ്രമം നമുക്കറിയാം. നമ്മുടെ പരിസരങ്ങളിലെ നമ്മുടെ വളർത്തു മൃഗങ്ങളിലേക്ക് നോക്കിയാലും നമുക്കറിയാം, അതിന് രോഗങ്ങളുണ്ടാകുമ്പോൾ, പലതരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ പ്രതികരണം അപ്രകാരമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയും. പൗലോസ് അപ്പോസ്തലനെ സംബന്ധിച്ചിടത്തോളം പൗലോസ് വീണുപോയി എന്ന് ചിന്തിച്ചതായ സാഹചര്യങ്ങളിൽ, തകർന്നുപോയി എന്ന് ചിന്തിച്ചതായ സാഹചര്യങ്ങളിൽ പൗലോസിന് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം ദൈവം വഴികളെ ഒരുക്കുന്നതായി നാം കാണുന്നുണ്ട്. ദൈവദൂതന്റെ ഇടപെടൽ പൗലോസിന്റെ ജീവിതത്തിൽ അനുഭവമാകുന്നു. തടവറകൾ തകർക്കപ്പെടുന്നതായ അനുഭവങ്ങൾ
പൗലോസിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ഇതൊക്കെ തന്നെ പൗലോസിൻ്റെ ബലഹീനതകളിൽ വെളിപ്പെടുത്തപ്പെട്ട ദൈവത്തിൻ്റെ ശക്തിയാണ് എന്ന് പൗലോസ് ഉൾക്കൊള്ളുകയാണ്. നമ്മുടെ ജീവിതങ്ങളിലേക്ക് നാം ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ ബലഹീനതകളിൽ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുന്ന നിരവധി ഉദാഹരണങ്ങളെക്കുറിച്ച് നമുക്ക് സാക്ഷിക്കുവാനായി കഴിയും. നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കുവാനായി കഴിയും. നമ്മുടെ അയൽക്കാരനോട് അത് പറഞ്ഞു കൊടുക്കുവാനായി കഴിയും. നമ്മുടെ ബലഹീനതകളിൽ, നമ്മുടെ പരിമിതികളിൽ, നമ്മുടെ ഇല്ലായ്മകളിൽ വെളിപ്പെടുത്തപ്പെട്ട ദൈവത്തിൻ്റെ ശക്തി. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കുറവ് സംഭവിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ തെറ്റിദ്ധാരണകളും വേദനകളും ഉണ്ടാകുമ്പോൾ, രോഗവും മറ്റ് പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ നാം ഓർക്കുക, ഇത് ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കുന്നതിനുള്ള ഒരു മുഖാന്തരമാണ്. അതിനായി നാം നമ്മെ തന്നെ സമർപ്പിക്കണം. അങ്ങനെ സമർപ്പിക്കുമ്പോഴാണ് കഷ്ടതയിൽ വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ ശക്തി നമുക്ക് അനുഭവിക്കുവാൻ കഴിയുന്നത്. നമ്മിലൂടെ അനേകർക്ക് ഈ ദൈവിക ശക്തി അനുഭവിച്ചറിയുവാനായി കഴിയുന്നു. ഈ വേദഭാഗത്തിലേക്ക്, തുടർന്നുള്ള വാക്യങ്ങളിലേക്ക് നാം നോക്കുമ്പോൾ ഈ ശക്തി, മൺപാത്രങ്ങളിൽ പകരപ്പെട്ട ദൈവത്തിൻ്റെ ശക്തി എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചാൽ, രണ്ടാമത് പൗലോസ് അപ്പോസ്തലൻ നൽകുന്ന മറുപടി പ്രകാരമാണ്. ദൈവം ക്രിസ്തുവിനെയും ക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തിയ രക്ഷാപദ്ധതിയെയും ഈ ഒരു പ്രവൃത്തിയുടെ ഭാഗമായി വെളിപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ബലഹീനരായ നമ്മുടെ മേൽ ദൈവം തൻ്റെ ശക്തി പകരുന്നതിലൂടെ ക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തപ്പെട്ട രക്ഷാപദ്ധതിയെ ദൈവം അനാവരണം ചെയ്യുകയാണ്. അപ്പോൾ ഈ ആരാധനയുടെ ഭാഗമാകുന്ന ഒരു വ്യക്തിയുടെ മേൽ ദൈവത്തിൻ്റെ ശക്തി ദൈവം പകർന്നു നൽകുമ്പോൾ, ആ പകർന്നു നൽകുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ജീവിതത്തിലൂടെ ക്രിസ്തുവിനെയും ക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തപ്പെട്ട രക്ഷാപദ്ധതിയെയും പൊതുസമൂഹത്തിന് അനുഭവിച്ചറിയുവാൻ കഴിയണമെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകളിൽ, വേദനകളിൽ, ഞെരുക്കങ്ങളിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ നിലനിൽക്കുന്നതിൻ്റെ ഫലമായി ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കുമ്പോൾ അതിലൂടെ സംഭവിക്കേണ്ടുന്നത് ക്രിസ്തുവിനെയും ക്രിസ്തുവിലൂടെ ലഭ്യമാകുന്ന രക്ഷയെയും കുറിച്ച് പൊതുജനം, നമ്മുടെ പരിസരങ്ങളിലുള്ളവർ അറിയണമെന്നുള്ളതാണ്. അതൊരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ദൈവം ഈ ശക്തിയെ നമുക്ക് ദാനമായി നൽകുന്നത്, സൗജന്യമായി നൽകുന്നത്. ദൈവത്തിൻ്റെ കൃപയാൽ നാം ശക്തരായി മാറുമ്പോൾ, നമുക്ക് രോഗസൗഖ്യം ഉണ്ടാകുമ്പോൾ, നമുക്ക് സാമ്പത്തികമായ നന്മകൾ ഉണ്ടാകുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചയും നന്മയും വളർച്ചയും ഉണ്ടാകുമ്പോൾ, അവിടെ ക്രിസ്തുവിനെയും ക്രിസ്തുവിലൂടെ ദൈവം വെളിപ്പെടുത്തിയ രക്ഷാപദ്ധതിയെയും വെളിപ്പെടുത്തുവാനായി നാം പരിശ്രമിച്ച് മതിയാകും. പൗലോസ് അപ്പോസ്തലൻ ആ പരിശ്രമം വളരെ വിജയകരമായി നടപ്പിലാക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മുടെ ജീവിതങ്ങളിൽ എത്രത്തോളം അതിന് നാം താല്പര്യം കാട്ടുന്നുവെന്ന് വിലയിരുത്തേണ്ടുന്നത് ഏറ്റവും അത്യാവശ്യമാണ്. 9, 10, 11 വാക്യങ്ങളിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടുന്നതിന് യേശുവിൻ്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ യേശുവിൻ്റെ ജീവൻ വെളിപ്പെടേണ്ടുന്നതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങളെല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിൽ ഏൽപ്പിക്കപ്പെടുന്നു. പൗലോസ് പറയുന്ന വാക്കുകളാണ്. അപ്പോൾ എന്തിനാണ് ഈ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കുന്നത്? ഈ ശക്തി വ്യാപരിക്കുന്നത് യേശുവിനെ ലോകത്തിന് പകർന്നു നൽകുന്നതിന് വേണ്ടിയാണ്. യേശുവിലൂടെ വെളിപ്പെടുത്തപ്പെട്ട ദൈവത്തിൻ്റെ രക്ഷ ലോകത്തിന് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ദൈവത്തിൻ്റെ ശക്തി നമ്മിൽ വ്യാപരിക്കുന്നത് എന്ന് പൗലോസ് അപ്പോസ്തലൻ സഭയെ ഓർമ്മപ്പെടുത്തുന്നു, നമ്മോട് ഈ പ്രഭാതത്തിൽ പറയുകയാണ്. അപ്പോൾ ആദ്യമേ സൂചിപ്പിച്ചു, മൺപാത്രങ്ങളിൽ ദൈവത്തിൻ്റെ ശക്തി പകരപ്പെടുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതം വളരെ പെട്ടെന്ന് നശിച്ചു പോകുവാൻ സാധ്യമായ ആ ഒരു അനുഭവമാണ്. അവിടെയാണ് ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുന്നത്. ആ ശക്തി വെളിപ്പെടുന്നത് ഈ വലിയ പദ്ധതിക്ക് വേണ്ടിയാണ് എന്ന് നാം തിരിച്ചറിയണം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുമ്പോൾ എന്തിനു വേണ്ടിയാണത് എന്ന് തിരിച്ചറിയാതെ നാം പോകാറുണ്ട്.
ഇസ്രായേൽ ജനത്തിന് സംഭവിച്ചതും അതുതന്നെയാണ്. മീക ജനത്തെ ഓർമ്മപ്പെടുത്തുന്നത് അതാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ ശക്തി നിരന്തരമായി അനുഭവിച്ചറിഞ്ഞവരാണ്. എന്തിനു വേണ്ടിയാണ്? നിങ്ങളിലൂടെ ലോക ജനതയെ ദൈവം അനുഗ്രഹിക്കുന്നതിന് വേണ്ടി, നിങ്ങളൊരു അടയാളമായിരിക്കുന്നതിന് വേണ്ടി. പക്ഷേ അവിടെ സംഭവിക്കുന്നത് അതിൽ നിന്ന് വിഭിന്നമായ കാഴ്ചകളാണ്. അവരുടെ ജീവിതത്തിൽ എന്താണോ ദൈവം ആഗ്രഹിക്കുന്നത് അത് നിവൃത്തിയാക്കുവാൻ കഴിയാതെ ദൈവജനമെന്ന പദവി നഷ്ടപ്പെടുത്തി കളയുന്നതായി നാം കാണുന്നു. മീക വീണ്ടും അവർ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ കോലാട്ടുകൊട്ടന്മാരെയും 1000 തൈലനദികളെയും കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായി പരിശ്രമിക്കുന്നു. അതല്ല, മറിച്ച് നിങ്ങൾ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് അതിന് പ്രകാരം നിങ്ങളുടെ ജീവിതങ്ങളെ വിനയപ്പെടുത്തുമ്പോൾ നിങ്ങളിലൂടെ ദൈവത്തിൻ്റെ ശക്തി അനേകർ അനുഭവിച്ചറിയും. അതാണ് ആവശ്യം. നല്ലതെന്തെന്ന് കാണിച്ചു തന്നിരിക്കുന്ന ദൈവത്തിന് ആ നന്മ പ്രവർത്തിക്കുന്ന ഒരു ജീവിതമാണ് പ്രതിഫലമായി നൽകേണ്ടുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നന്മയുടെ ഭാഗത്ത് ദൈവത്തിൻ്റെ ദൈവിക മാർഗത്തിൽ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും ക്രിസ്തുവിൻ്റെ സ്നേഹവും ക്രിസ്തുവിലൂടെയുള്ള ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയും നമുക്കിടെ പരിസരങ്ങളിലുള്ളവർക്ക് മനസ്സിലാക്കുവാൻ കഴിയും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അല്ല എങ്കിൽ മീക പ്രവാചകന്റെ കഠിനമായ ശാസന നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രസക്തമായി തീരും. മൂന്നാമതായി 13-14 വാക്യങ്ങളിൽ നാം കാണുന്നത് നിത്യമായ രക്ഷയെക്കുറിച്ചുള്ള പ്രത്യാശ വർദ്ധിക്കുന്നതിന് ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കുന്നതിലൂടെ കഴിയുന്നു എന്നുള്ളതാണ്. നിത്യമായ രക്ഷയെക്കുറിച്ചുള്ള പ്രത്യാശ വർദ്ധിക്കുന്നത്. ഒരു മനുഷ്യനിൽ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കുമ്പോൾ ദൈവം ഒരുക്കുന്ന രക്ഷയെക്കുറിച്ചുള്ള പ്രത്യാശ അവനിൽ വർദ്ധിക്കുന്നു. അപ്പോൾ ഇസ്രായേൽ സമൂഹത്തിൽ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിച്ചപ്പോൾ സംഭവിച്ചത് ഈ ലോകപരമായിട്ടുള്ള നന്മകളിലായിരുന്നു അവരുടെ ശ്രദ്ധ മുഴുവൻ. അവിടെയാണ് പൗലോസ് പറയുന്നത്, പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ മീക അവരെ ശാസിക്കുന്നത് അതുകൊണ്ടാണ്. പൗലോസ് പറയുന്നത് തുറന്നങ്ങോട്ട്, കർത്താവായ യേശുവിനെ ഉയർപ്പിച്ചവൻ ഞങ്ങളെയും യേശുവിനോടുകൂടി ഉയർപ്പിച്ച് നിങ്ങളോടുകൂടി തിരുസന്നിധിയിൽ നിർത്തും. അതുപോലെ തന്നെ അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായി അഭിമാനിക്കുന്നു എന്ന് പറഞ്ഞ് തുറന്നങ്ങോട്ട് സഭയെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കുമ്പോൾ നാം നിത്യമായ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രത്യാശയിൽ വളരുന്നവരായി മാറണം. ഇന്ന് നമുക്ക് ദൈവത്തിൻ്റെ ശക്തി നമ്മിൽ വ്യാപരിച്ചതുകൊണ്ട് ദൈവത്തിൻ്റെ കൃപയാൽ വിവിധങ്ങളായ നന്മകൾ അനുഭവിച്ച് ജീവിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ട്. നല്ല ഉപജീവന മാർഗങ്ങൾ, പഠനാവസരങ്ങൾ, സാമൂഹ്യമായി നല്ല പദവികൾ, ദേശത്ത് നന്മയുള്ള ജീവിതം നയിക്കുവാനൊക്കെയുള്ള അവസരമുണ്ട്. എന്നാൽ നമുക്ക് എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു കൊണ്ടുപോകുന്നത് ഒരു കാര്യം, ഈ രക്ഷയെക്കുറിച്ചുള്ള പ്രത്യാശ, അതിലുള്ള വളർച്ചയാണ്. നമ്മുടെ 30, 40, 50 വർഷം മുമ്പുള്ള നമ്മുടെ വിശ്വാസ സമൂഹത്തെ എടുത്ത് പഠിച്ചാൽ, നമ്മുടെ മാതാപിതാക്കളുടെ വിശ്വാസ അനുഭവങ്ങളെ അടുത്തറിയുവാനായി ശ്രമിച്ചാൽ, അവർക്ക് ഈ ലോകപരമായി പല നന്മകളും അനുഭവിക്കുവാൻ കഴിയാതിരുന്നിട്ടും രക്ഷയെക്കുറിച്ചുള്ള പൂർണ്ണ ബോധ്യം, പ്രത്യാശ അവർക്കുണ്ടായിരുന്നതായി നമുക്ക് കാണുവാനായി കഴിയും. ദൈവീകമായ രക്ഷയെക്കുറിച്ച്, ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തെക്കുറിച്ച്, സ്വർഗീയ ഭാഗ്യത്തെക്കുറിച്ച് പൂർണ്ണ ബോധ്യത്തോടുകൂടി ജീവിച്ച നമ്മുടെ അവരുടെ മാതാപിതാക്കളൊക്കെ നമുക്ക് അനുഭവിച്ചറിയുവാൻ കഴിഞ്ഞിട്ടുള്ളവരാണ്. ദൈവത്തിൻ്റെ ശക്തി വ്യാപരിച്ചതിൻ്റെ ഫലമായി, പല മേഖലകളിലും നന്മകൾ ഉണ്ടായതിൻ്റെ ഫലമായി പലപ്പോഴും നാം ഈ ലോകത്തിലെ കാര്യങ്ങളിൽ മാത്രം താല്പര്യം കാട്ടി നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചു പോകുകയാണ്. മൺപാത്രത്തിന് പ്രാധാന്യം നൽകുകയാണ് അതിൽ വ്യാപരിക്കുന്ന ദൈവിക ശക്തിയേക്കാൾ.
മൺപാത്രത്തെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ നാം ഓടുകയാണ്. അതിലെ ദൈവീക ശക്തിയെ നിലനിർത്തുന്ന പ്രക്രിയയേക്കാൾ അങ്ങനെ ഒരു വിരോധാഭാസത്തിന്റെ നാളുകളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. മൺപാത്രത്തെക്കാൾ ഉപരി അതിൽ വ്യാപരിക്കുന്ന ദൈവീക ശക്തിക്കാണ് പ്രാധാന്യം. ആ ശക്തി വ്യാപരിക്കുന്നതിലൂടെ സംഭവിക്കേണ്ടുന്ന മാറ്റത്തിനാണ് പ്രാധാന്യം എന്ന ചിന്ത നമുക്കുണ്ടാകണം. ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ ശക്തി ഈ മൺപാത്രത്തിൽ നിന്ന് മാറിപ്പോകുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. നമ്മുടെ ജീവിതങ്ങളിൽ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിച്ചില്ല എങ്കിൽ തീർച്ചയായും നമ്മൾ വെറും മൺപാത്രങ്ങളാണ്. അതെപ്പോൾ വേണമെങ്കിലും ഇല്ലാതായി പോകാം, അതിന് പിന്നെ തുടർച്ചയില്ലാതെ പോകാം. അവിടെ പൗലോസ് അപ്പോസ്തലൻ സൂചിപ്പിക്കുകയാണ്, അഹങ്കരിക്കരുത്, മൺപാത്രങ്ങളിൽ ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കുകയാണ്. എന്താണോ അതിൻ്റെ ഉദ്ദേശം അത് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകേണ്ടുന്നത് ഏറ്റവും അത്യാവശ്യമാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. പ്രതിസന്ധികളുടെ മധ്യേ, പ്രതികൂലങ്ങളുടെ മധ്യേ, എളിയ ജീവിത സാഹചര്യങ്ങളുടെ മധ്യേ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കുകയാണ്. അത് ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് തിരിച്ചറിയുക. ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കുന്നത് ക്രിസ്തുവിനെയും ക്രിസ്തുവിലൂടെയുള്ള രക്ഷാപദ്ധതിയെയും നമ്മുടെ പരിസരങ്ങളിൽ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ആണ് എന്ന് തിരിച്ചറിയുക. അതുമാത്രമല്ല, നിത്യമായ രക്ഷയ്ക്കായുള്ള പ്രത്യാശ ഓരോ ദിനവും നമ്മുടെ ജീവിതത്തിൽ വർദ്ധിക്കേണ്ടുന്നത് ഏറ്റവും അത്യാവശ്യമാണ്. ആ ലക്ഷ്യത്തിൽ നിന്ന് നമ്മെ തടയുന്ന എല്ലാ സാഹചര്യങ്ങളെയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടുന്നത് ഏറ്റവും അത്യാവശ്യമാണ്. അങ്ങനെ ജീവിക്കുമ്പോൾ അവിടെ 18-ാം വാക്യത്തിൽ പൗലോസ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: കാണുന്നതിനല്ല, കാണാത്തതിനത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന പ്രമാണമായിട്ടുള്ള വാക്യമാണ്. ഈ കാര്യങ്ങളെല്ലാം വിവരിച്ചതിന് ശേഷം പൗലോസ് പറഞ്ഞു വയ്ക്കുന്നത്, കാണുന്നതിനല്ല, കാണാത്തതിനത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. ഈ മൺകൂടാരങ്ങളിൽ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കുന്നത് നാം ഇന്നുവരെ കണ്ടിട്ടില്ലാത്തതും എന്നാൽ എന്നും നിലനിൽക്കുന്നതുമായ സ്വർഗീയ ഭാഗ്യത്തിൻ്റെ ഓഹരിക്കാരായി മാറുന്നതിന് വേണ്ടിയാണ്. ഈ ദൈവത്തിൻ്റെ ശക്തി മൺകൂടാരങ്ങളിൽ പകർന്നിരിക്കെ ആ വലിയ ഓഹരി നഷ്ടപ്പെടുത്തിയാൽ തീർച്ചയായും ഈ ലോകത്തിലെ ഈ എല്ലാ പ്രവർത്തനങ്ങളും അത് ഫലകരമല്ലാത്തതായി തീരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് മീക പ്രവാചകൻ ജനത്തെ ഓർമ്മപ്പെടുത്തി, നിങ്ങൾ ആട്ടുകൊറ്റന്മാരിലും തൈലനദിയിലും പ്രസാദിക്കുന്ന ദൈവത്തെയല്ല, മറിച്ച് നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുമ്പോൾ നിങ്ങളിൽ പ്രസാദിക്കുന്ന, നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഇറങ്ങി വരുന്ന, നിങ്ങളിലൂടെ ദൈവസ്നേഹം വെളിപ്പെടുത്തുന്ന ആ ദൈവത്തിൻ്റെ മക്കളായി മാറുക എന്നുള്ള ഓർമ്മപ്പെടുത്തൽ നമുക്ക് സ്വീകരിക്കാം. മൺപാത്രങ്ങളിലെ ദൈവത്തിൻ്റെ ശക്തി അത് ദാനമാണ്, അഹങ്കരിക്കുവാനൊന്നുമില്ല, ദൈവത്തിൻ്റെ കൃപയാണ്, അതിൽ ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട് എന്നുള്ള ബോധ്യത്തോടു കൂടി നമുക്ക് നമ്മുടെ ജീവിതങ്ങൾ ക്രമീകരിക്കാം. സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതയാത്രയിൽ ആവശ്യമായ നന്മകൾ ഒരുക്കട്ടെ. ആമേൻ. എല്ലാവർക്കും എഴുന്നേറ്റ് വന്ന് 216-ാമത്തെ പാട്ട് പാടി ആശീർവാദത്തോടെ കിടന്നില്ല. 216. Yeah.
പ്രാർത്ഥിക്കാം. ഞങ്ങളെല്ലായ്പ്പോഴും അങ്ങയോട് ചേർന്ന് നിലനിർത്തുന്ന ഞങ്ങളുടെ ദൈവവും ഞങ്ങളുടെ കർത്താവുമായുള്ളവേ, ഞങ്ങളുടെ ശരീരമാകുന്ന മൺകൂടാരങ്ങളിൽ അവിടുത്തെ ആത്മാവിനെ നൽകി അവിടുത്തെ കൽപ്പനകളിൽ ഞങ്ങളെ നിലനിർത്തുന്ന കരുണകൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ അവിടുത്തെ ജീവശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നതിന് അവിടുന്ന് ഞങ്ങളെ വിളിച്ചിരിക്കുന്നു എന്ന ബോധ്യത്തോടെ താഴ്മ സ്വീകരിച്ച് എല്ലായ്പ്പോഴും നിലനിൽപ്പാൻ ഞങ്ങളെ സഹായിക്കുന്നു. ഞങ്ങളെ കേൾപ്പിച്ച തിരുവചന സത്യങ്ങൾക്കായി സ്തോത്രം. ഞങ്ങൾ അവിടുത്തെ തിരുഹിതം അനുസരിക്കുന്നതിന് എപ്പോഴും ബദ്ധശ്രദ്ധരായിരിക്കാൻ അവിടുന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനാൽ സ്തോത്രം ചെയ്യുന്നു. അപ്രകാരം ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ അങ്ങയിൽ ഞങ്ങൾ തേജസ്സോടെ രൂപാന്തരപ്പെട്ട് അവിടുത്തെ ദിവ്യശക്തിയുടെ മഹത്വമായി ജീവന്റെ പുതുക്കത്തിൽ അങ്ങയോട് ചേർന്ന് നടക്കുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് കൃപ പകരുന്നല്ലോ. സ്തോത്രം ചെയ്യുന്നു. അപ്രകാരം ഞങ്ങളെ മുന്നോട്ട് നയിക്കണമേ. യേശുമശിഹാ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. വിശ്വാസത്തോടെ കർത്താവിൻ്റെ ആശീർവാദം കൈക്കൊള്ളാം. ഇപ്പോൾ സകലബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നമ്മുടെ ഹൃദയങ്ങളെ നിലവിലെയും ക്രിസ്തുവേശുവിൽ കാക്കട്ടെ. അങ്ങനെ പിതാപുത്ര പരിശുദ്ധാത്മാവായ സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹവും കാവലും നമ്മുടെ ഇടയിലുണ്ടായ എല്ലായ്പ്പോഴും നമ്മോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.